ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഞങ്ങളുടെ 2 ഇയർ വെഡിങ് ആനിവേഴ്സറി ആണ്. അതിനുവേണ്ടി തലേന്ന് തന്നെ നമ്മൾ സ്പെഷ്യൽ മന്തിയൊക്കെ റെഡിയാക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹായ് ഗായ്സ്, അപ്പോൾ അച്ഛൻ ഓഫീസിൽ പോയി. അപ്പം പോകുന്നവരെ ഞാൻ ജസ്റ്റ് ഉറക്കപ്പിച്ചു പോലെ അഭിനയിച്ചായിരുന്നു. കാരണം അവന് തോന്നണം ഇനി ഞാൻ ഫുള്ള് ഉറക്കത്തിലായിരിക്കും, ഭയങ്കര ക്ഷീണമുണ്ട് എന്നുള്ള തോന്നിക്കാൻ വേണ്ടി അതുവരെ ഞാൻ ഒരു ഇതിൽ അഭിനയിച്ചായിരുന്നു. ഇനി എനിക്ക് കുറച്ച് സ്ഥലത്ത് പുറത്തൊക്കെ പോകാനുണ്ട്. ആനിവേഴ്സറി അല്ലേ, അപ്പോൾ അവനൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട്, ഒരു സർപ്രൈസ് എടുക്കണമെന്നുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടി പുറത്ത് പോകണം. ഗിഫ്റ്റ് ആക്ച്വലി ഞാൻ കിസീസിൽ നാട്ടിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട്. അവൻ്റെ ഒരു കസിൻ വന്നായിരുന്നു കഴിഞ്ഞ വീക്ക്. അപ്പം അവരുമായി എത്തിച്ച് അവരുടെ റൂമിലുണ്ട്. ഞങ്ങളാരും കൂട്ടാൻ പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കയ്യിൽ തരണ്ട, അവിടെ വെച്ചാൽ മതി, ഞാൻ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. ഫുഡൊക്കെ ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ, അതൊക്കെ ഞങ്ങൾ അപ്പം വാങ്ങി. അത് അവിടെ ഗിഫ്റ്റ് മാത്രം അവിടെ വെച്ചു. ഇനി അത് പോയി വാങ്ങണം. പിന്നെ റൂം ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പം അതിന് കറാമയിൽ പോയി കുറച്ച് സാധനം വാങ്ങണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അതിൻ്റെ ഇടയിൽ അവൻ ഇന്ന് ലഞ്ച് കഴിക്കാൻ വരും. ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവണം. എല്ലാം കൂടി ഇങ്ങനെ പോസിബിളാവുമെന്ന് എനിക്കറിയില്ല. കാരണം കിസീസും കറാമയും 2 അറ്റത്താ. ഈ മെട്രോയിൽ പോകുമ്പോൾ നല്ല ദൂരം ഉണ്ടാവുമല്ലോ, നമ്മൾ കാറിൽ പോകുമ്പോഴേ അല്ലല്ലോ, നല്ല ദൂരം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പോയി നോക്കണം. കാണാം. വേഗം ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായി ഇറങ്ങി. എൻ്റെ നോൾ കാർഡിൻ്റെ ബാലൻസ് തീർന്നായിരുന്നു. അപ്പോൾ റീചാർജ് ചെയ്ത് നേരെ ക്രിസ്റ്റീസിലേക്ക് പോയി. അവിടെ നിന്ന് ഗിഫ്റ്റ് കിട്ടി. അവർ റൂമിലില്ലായിരുന്നു. സോ അവരുടെ റൂംമേറ്റ് ആട്ടോ തന്നത്. തിരിച്ച് തന്നെ എനിക്ക് കുറച്ച് ഫ്ലവേഴ്സും വാങ്ങിച്ചു. അതിൻ്റെ ഇടയിൽ അച്ഛൻ കോൾ ചെയ്തു. പക്ഷെ ഞാൻ എടുക്കാണ്ട് ടെക്സ്റ്റിൽ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിനെ കോൾ ചെയ്യാണ്, അവൾ തരാനോ ഒക്കെ പറഞ്ഞ മെല്ലെ നൈസായിട്ട് ഒഴിവാക്കി. അവൻ എത്തനായിട്ട് തൊട്ട് മുൻപ് ഞാൻ എത്തി. പിന്നെ അവൻ വന്ന് മന്തിയൊക്കെ ചൂടാക്കി ദമ്മൊക്കെ പൊട്ടിച്ച് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ, നല്ല സ്മെല്ലായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വിശന്നു. പിന്നെ സ്മെല്ല് മാത്രമല്ല കേട്ടോ, നല്ല സെറ്റപ്പ് ടേസ്റ്റ് വരുന്നു. അവൻ കഴിച്ചിറങ്ങി ഞാനും ഇറങ്ങി കേട്ടോ. ഇനി കറാമലിലോട്ടാണ്. ഡേ ടു ഡേ ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങണം. ഇവിടെ ആകുമ്പോൾ ദൂരമാണെങ്കിലും ഫുൾ സാധനം നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടുമെന്ന് ഷുവറാണ്. അതൊക്കെ 5 നിലയുണ്ട്. നമുക്ക് വേണ്ടതൊക്കെ 2nd ഫ്ലോറിലാണുള്ളത്. കുറേ സാധനം കണ്ടപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടോ ഞാൻ എന്നെ തന്നെ പിന്നെ പറഞ്ഞ് കൺട്രോൾ ചെയ്ത് വേഗം ഇറങ്ങി. ഡേ ടു ഡേൻ്റെ തൊട്ടടുത്ത് തന്നെ മെട്രോ സ്റ്റേഷനിലുണ്ട്. അതൊന്നും നടക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ തിരിച്ച് റൂമിലെത്തിയപ്പോഴേക്കും ഒരു 6 മണിയായി. പിന്നെ അങ്ങോട്ട് ഞാനും ബലൂൺസ് തമ്മിലൊരു യുദ്ധമായിരുന്നു. വീർപ്പിക്കുന്നു പൊട്ടുന്നു ഫുൾ റിപ്പീറ്റായിരുന്നു. ഈ സീലിങ്ങിൽ ബലൂൺ അടിക്കാൻ ഇച്ചിരി പണി ഉണ്ടായിരുന്നു. പിന്നെ പണ്ടേ കുരങ്ങിൻ്റെ ഒരു ജീനുള്ളതുകൊണ്ട് എനിക്ക് വലിയൊരു സീനില്ലായിരുന്നു. അവൻ നേരത്തെ വരാൻ നോക്കിയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞേച്ചി. ഇപ്പോൾ പറഞ്ഞു ഞാനെന്തോ സൈറ്റിൽ പോകാനുണ്ട്, 8:30 ആകുമ്പോഴേ വരുള്ളൂ പറഞ്ഞു. ഇപ്പോൾ 8:40 നോക്കാം. അപ്പം അച്ഛനും എല്ലാം ഭാഗ്യത്തിന് ഇഷ്ടപ്പെട്ടു. സാധാരണ അവന് എനിക്കാണ് സർപ്രൈസ് തരാറ്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയത്. അതെ അതെ ഇനിന്തോണ്ടോ നോക്കി നോക്ക്. ഇനിന്തോണ്ടോ നോക്കി നോക്ക്. ഇഷ്ടായോ? എത്ര? എങ്ങനെയുണ്ട് ഇത്? എങ്ങനെയുണ്ട് ഇത്? അടിപൊളിയാണ് സെറ്റപ്പ്. ഓർക്കാപ്പുറത്ത് ഇങ്ങനെ വിചാരിച്ചില്ല. ശരിയില്ല. അതാണ് വിഷ്ണുവിനെ വിളിച്ചിട്ടുണ്ടോ ചോദിച്ചത്.
അവൻ എനിക്കും ഗിഫ്റ്റ് വാങ്ങിയായിരുന്നു, പക്ഷെ അത് പുറത്ത് വെച്ചായിരുന്നു. അവൻ നേരത്തെ സൈറ്റിൽ പോകുമെന്ന് പറഞ്ഞൊക്കെ കള്ളമായിരുന്നു അത്രേ, ഇതിന് വാങ്ങാൻ പോയായിരുന്നു അത്രേ. വീഡിയോ എടുത്തപ്പോൾ ഞാൻ തന്ന പൂ എനിക്ക് തന്നെ തരാം കേട്ടോ. ആക്ച്വലി അത് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ കൊടുത്തത്. അപ്പോൾ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കുന്ന കരുതി പോണ വഴിക്ക് എനിക്ക് ഗ്രോസറിന്ന് ഒരു മാംഗോ ജ്യൂസ് വാങ്ങി തന്നു. നമ്മൾ പാരമൗണ്ട് ടവറിലൊരു കഫേയിലാണ് കേട്ടോ പോയത്. ഞങ്ങളൊരു കോമൺ ഫ്രണ്ട് വിഷ്ണുവിനെ വിളിച്ചു, എന്നിട്ട് കുറച്ച് ഫോട്ടോസും ക്ലിക്ക് ചെയ്തു. അത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണുന്നത് വരെ ടാറ്റാ.